സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ പഠിച്ചു വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഈ ചാപ്റ്ററിൽ ഇപ്പം ഇനി ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ത്വക്കിനെക്കുറിച്ച്. ഓക്കെ, ത്വക്കിലെ ഗ്രാഹികളെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അതിനു മുന്നേ ത്വക്ക് എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരുപാട് സെൻസ് നിങ്ങൾക്കറിയാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ് ഏത്? ത്വക്കെന്ന് പറയുന്നത്. ഏറ്റവും വലിയ സംവേദന നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഇന്ദ്രിയമാണ് ത്വക്ക്. അപ്പോൾ കുറേ എണ്ണം നമുക്ക് അതിലൂടെ തിരിച്ചറിയാൻ പറ്റും. നോക്കാം. വേദന തിരിച്ചറിയാൻ പറ്റും. താപനിലയിലെ മാറ്റങ്ങൾ, അതായത് ചൂടാണോ തണുപ്പാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന എന്നിവ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു വസ്തുവിനെ തൊടുമ്പോൾ നിങ്ങളുടെ ത്വക്ക് കൊണ്ടാണ് നിങ്ങൾ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾ പറയും നിങ്ങളുടെ കൈ കൊണ്ടാ വിരൽ കൊണ്ടാന്ന്. അതായത് വിരലിനകത്തുള്ള വിരലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ത്വക്ക് കൊണ്ടാണ് നിങ്ങളിതൊക്കെ സെൻസ് ചെയ്യുന്നത്. വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന എന്നിവ അറിയാൻ സഹായിക്കുന്നു. ഓക്കെ, വേദന അറിയാൻ സഹായിക്കുന്നു, താപനിലയിലെ മാറ്റങ്ങൾ അറിയാൻ സഹായിക്കുന്നു, വസ്തുക്കളുടെ ആകൃതി അറിയാൻ സഹായിക്കുന്നു, അളവ്, ഘടന എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി നോക്കിയേ, തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് എന്നിവ അറിയുന്നു. ഓക്കെ, ഓരോന്നിനും പ്രത്യേകം ഗ്രാഹികളുണ്ട്. ഞാൻ ചിത്രത്തിന് നമ്പർ കണക്കല്ല പോകുന്നത്, ജസ്റ്റ് നമ്മൾ ആ ഓർഡറിൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിൽ അവസാനിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കാം. അപ്പോൾ വേദന, താപനിലയിലെ മാറ്റങ്ങൾ, വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന, തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട്, രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു, കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം എന്നിവ അറിയാൻ സഹായിക്കുന്നു, തണുപ്പ്, സ്പർശം എന്നിവ അറിയുന്നു, സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം എന്നിവ അറിയാൻ സഹായിക്കുന്നു. അവിടെ ഓരോന്നിനും കറക്റ്റായിട്ട് ഗ്രാഹികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ത്വക്കിലൂടെ നിങ്ങൾക്ക് ഇത്രയും സെൻസ് അറിയാൻ വേണ്ടി പറ്റും. ഈ ഓരോ സെൻസ് അറിയാനും പ്രത്യേകതരം ഗ്രാഹികൾ നിങ്ങളുടെ ത്വക്കിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് നോക്കാം. ത്വക്കിലെ ഗ്രാഹികൾ അവരുടെ ധർമ്മവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് സ്വതന്ത്ര നാഡീയ അഗ്രങ്ങൾ, സ്വതന്ത്രമായിട്ടുള്ള നാഡിയുടെ അഗ്രങ്ങൾ. ഇത് വേദന, താപനിലയിലെ മാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് മെർക്കൽ ഡിസ്ക്. ഇത് സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നു. തേർഡ് വൺ മേസ്നൽ കോർപ്പസൽ. വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന എന്നിവ അറിയാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഫോർത്ത് വൺ ക്രൗസ് ആൻഡ് ബൾബ്. ഇത് തണുപ്പ്, സ്പർശം എന്നിവ അറിയാൻ സഹായിക്കുന്നു. ഫിഫ്ത്ത് വൺ റോഫ്നി ആൻഡ് ഓഗൻ. ഇത് തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് എന്നിവ അറിയാൻ സഹായിക്കുന്നു. സിക്സ്ത് വൺ റൂട്ട് ഹെയർ പ്ലക്സസ്. ഇത് രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. സെവൻത്ത് വൺ പസീനിയൽ കോർപ്പസൽ. ഇത് കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇത് നമുക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വരുന്ന ഭാഗമാണ്. വിലയിരുത്തലിന് ഇത് വിധേയമാകപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യാം. നിങ്ങളൊന്ന് വായിച്ച് വിട്ടാൽ മതി. ഓക്കെ, വെറുതെ അവിടെ സമയം കളയണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ്, വേദന. ക്ഷതം, മുറിവ്, രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളൊന്ന് കയ്യോ കാലോ ഒക്കെ വച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ ക്ഷതം പറ്റും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വേദന അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ മുറിയും, അപ്പോൾ അവിടെ വേദന അനുഭവപ്പെടും. രോഗാണുബാധ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? വേദന അനുഭവപ്പെടുന്നുണ്ട്. അതായത് ക്ഷതം, മുറിവ്, രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസിസെപ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്ന് നോസിസെപ്ഷൻ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നോസിസെപ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ ത്വക്ക്, പേശികൾ, ആന്തരികാവയവങ്ങൾ എന്നിവിടങ്ങളിൽ എമ്പാടും കാണുന്ന നാഡീയ അഗ്രങ്ങളാണ്. അതായത് ശരീരം വേദന തിരിച്ചറിയുന്ന പ്രവർത്തനത്തെ എന്ത് വിളിക്കും? നോസിസെപ്ഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? നോസിസെപ്ഷൻ എന്ന് വിളിക്കും. നോസിസെപ്ഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട്, വേദന തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നോസിസെപ്റ്ററുകൾ എന്ന സവിശേഷ ഗ്രാഹികൾ കാണപ്പെടുന്നു. മക്കൾ ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്ത് തരാം. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ് നോസിസെപ്ഷൻ. നോസിസെപ്ഷൻ നടത്താൻ നമ്മളെ സഹായിക്കുന്ന ഗ്രാഹികളെ വിളിക്കും എന്തെന്ന്? നോസിസെപ്റ്ററുകൾ. ഈ നോസിസെപ്റ്ററുകൾ എവിടെയാണ് കാണുന്നത്? ത്വക്ക്, പേശികൾ, ആന്തരികാവയവങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു.
ഓക്കെ, ക്ലിയർ ആണല്ലോ. നോസിസെപ്റ്റർ എന്താണ്, നോസിസെപ്ഷൻ എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ്, ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ. നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന സമയത്ത്, അതായത് പൊള്ളുന്ന സമയത്ത് ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയെ നമ്മൾ എന്ത് വിളിക്കും? നോസിസെപ്റ്റീവ് പെയിൻ എന്ന് വിളിക്കും. ഇവിടെ ഒരു സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ നോസിസെപ്റ്റർ, സംവേദ ന്യൂറോൺ ഓർത്ത് വെക്കണേ, സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ നോസിസെപ്റ്റർ ആവേഗങ്ങളെ സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറി വേദന അനുഭവവേദ്യമാക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ചൂടുള്ള പാത്രത്തെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അടുത്തന്നെ കൈയും വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ റിഫ്ലക്സ് ആക്ഷൻ അവിടെ നടക്കും. നിങ്ങൾ കൈ പിൻവലിക്കും അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന റിസപ്റ്ററാണ് ഏത്? നോസിസെപ്റ്റേഴ്സ്. ഓക്കെ, അതായത് ഇതൊരു സംവേദ ന്യൂറോണാണ്. ക്ലിയർ ആണോ? അപ്പോൾ ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയെ എന്ത് വിളിക്കുന്നു? നോസിസെപ്റ്റീവ് പെയിൻ എന്ന് വിളിക്കുന്നു. അവിടെയുള്ള സംവേദ ന്യൂറോൺ ഏതാണ്? നോസിസെപ്റ്റർ ആണ്. ഈ നോസിസെപ്റ്റർ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങളെ സുഷുമ്നാ നാഡിയിലേക്കും പിന്നീട് മസ്തിഷ്കത്തിലേക്കും കൈമാറി വേദന അനുഭവവേദ്യമാക്കുന്നു. ഓക്കെ, ദെൻ അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാകുന്ന ക്ഷതം മൂലം ശരീരം സൈറ്റോകൈനുകൾ, കീമോകൈനുകൾ തുടങ്ങിയ തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയും വേദന ഉളവാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി എന്ന് കരുതാം. മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അണുബാധ ഉണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലേ? യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവും അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ്, അണുബാധ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് കലകൾക്കുണ്ടാകുന്ന ക്ഷതം മൂലം ശരീരം 2 തരത്തിലുള്ള രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു, സൈറ്റോകൈനും കീമോകൈനും. ഈ രാസവസ്തുക്കളും എന്ത് ചെയ്യുന്നു? വേദന തിരിച്ചറിയാൻ അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ഇനി പെരിഫറൽ നാഡികൾക്ക് കേടുപാട് സംഭവിക്കുന്ന ന്യൂറോപ്പതി പോലുള്ള അവസ്ഥകളിലും വേദന അനുഭവപ്പെടും. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 2 ടൈപ്പ് നാഡികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ, കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയുമാണ്. അതിൽ പെരിഫറൽ നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ന്യൂറോപ്പതി എന്ന അവസ്ഥ. ഈ ന്യൂറോപ്പതി എന്ന അവസ്ഥയിലും എന്ത് സംഭവിക്കും? വേദന നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വേദനയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, വേദനയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം നോസിസെപ്ഷൻ, അത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ നോസിസെപ്റ്ററുകൾ. ചൂടുള്ള പാത്രത്തിൽ തൊടുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വേദനയെ എന്ത് വിളിക്കും? നോസിസെപ്റ്റീവ് പെയിൻ എന്ന് വിളിക്കും. അവിടെയുള്ള നോസിസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ സംവേദ ന്യൂറോണുകൾ ആവേഗങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ സുഷുമ്നാ നാഡിയിലേക്കോ പിന്നീട് മസ്തിഷ്കത്തിലേക്കോ എത്തിച്ചിട്ടാണ് വേദന നമുക്ക് വേദന അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. ഇനി കലകൾക്ക് അണുബാധകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, സൈറ്റോകൈൻസും കീമോകൈൻസും. അതൊന്നും ഓർത്തു വെക്കുക. ഇനി പെരിഫറൽ നാഡിക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ന്യൂറോപ്പതി. ആ അവസ്ഥയിലും ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇനി നോക്കിക്കോളൂ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്നിവ വഴി ബാഹ്യലോകവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഈ വിവരങ്ങൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും രൂപപ്പെടുത്തുന്നു. അതായത് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സെൻസ് ഓർഗൻസ് വഴിയാണ്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അല്ലേ? നാഡീവ്യവസ്ഥ ഈ വിവരങ്ങളെ വേഗത്തിൽ വിശകലനം ചെയ്ത് അതിജീവനത്തിനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ജീവികളെ സഹായിക്കുന്നു. അതിജീവനത്തിനപ്പുറം കലയും സംഗീതവും ആസ്വദിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇന്ദ്രിയങ്ങൾ സഹായിക്കുന്നുണ്ട്. ശരീരത്തിനകത്തും ധാരാളം സംവേദനങ്ങൾ നടക്കുന്നുണ്ട്. വിശപ്പറിയണം, ദാഹമറിയണം അല്ലേ? അപ്പോൾ അതിനുള്ള കുറേയധികം സംവേദനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിന് ആന്തര പരിസ്ഥിതി എന്നാണ് വിളിക്കുക, ശരീരത്തിനകത്ത് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ആന്തര പരിസ്ഥിതിയിലും സംവേദനങ്ങൾ നടക്കുന്നു. ഉദാഹരണം, വിശപ്പ്, ദാഹം. ഇവിടെ ഗ്രാഹികളും നാഡികളും മസ്തിഷ്കവും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്. പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെ അകത്തും ഗ്രാഹികളും നാഡികളും മസ്തിഷ്കവും ചേർന്നാണ് പ്രതികരിക്കുന്നത്. അതിനാൽ ഇന്ദ്രിയങ്ങളെ പറ്റി വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതത്തിന് അത്യാവശ്യമാണ്. അതായത് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളത് നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങളതൊന്ന് പ്രാക്ടിക്കലാക്കുക. നിങ്ങളിതൊക്കെ ഓർത്തെടുത്ത് കണക്ട് ചെയ്ത് എഴുതുക. അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്. അല്ലാതെ വെറുതെ എക്സാമിൻ്റെ തലേന്ന് മാത്രം കുത്തിയിരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ നടക്കൂല. ഓക്കെ, നമുക്ക് മിക്ക ആൾക്കാർക്കുള്ളൊരു സ്വഭാവമാണ് എക്സാമിന് 2 ദിവസം മുമ്പേ ആയിരിക്കും നമുക്ക് വേവിലാദ്യം വെപ്രാളം തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടെൻഡൻസി ഒഴിവാക്കുക. 10th സ്റ്റാൻഡേർഡ് ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
മനുഷ്യന്മാരുടെ കേസ് കഴിഞ്ഞു. മറ്റ് ജീവികളിൽ സംവേദനങ്ങൾ അറിയുന്നത് എങ്ങനെ? ഈ ഭാഗത്ത് നിന്ന് ഉറപ്പിച്ചോ ഒരു ചോദ്യം കിട്ടിയിരിക്കും. ഓക്കെ, അത് 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആവാം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് 1-2 ജീവികളൊക്കെ തന്നിട്ട് ആ രീതിയിലും ചോദിച്ചേക്കാം. എന്തായാലും 1 മാർക്ക് മിനിമം ഈ ഭാഗത്ത് നിന്ന് കിട്ടും. 1 മാർക്കല്ലേ, അതുകൊണ്ട് പഠിക്കേണ്ട വെച്ചിട്ട് നിങ്ങൾ ആരും നിൽക്കണ്ട. 1 മാർക്കെങ്കിൽ 1 മാർക്ക്, നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ. ആദ്യത്തെ ജീവി അമീബ അല്ലെങ്കിൽ ബാക്ടീരിയ. ഇത് ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ നീങ്ങുന്നു. ഓക്കെ, അതായത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അല്ല, അമീബയുടെയും അതുപോലെ തന്നെ ബാക്ടീരിയയുടെയും ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? അമീബ അല്ലെങ്കിൽ ബാക്ടീരിയ. യൂഗ്ലീനയുടെ കേസിൽ, യൂഗ്ലീന നിങ്ങൾക്കറിയാം, അതിനെന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? പ്രകാശ സംശ്ലേഷണമൊക്കെ നടത്താനുള്ള കപ്പാസിറ്റിയുള്ള ഒരു സൂക്ഷ്മജീവിയാണ് ഇത് യൂഗ്ലീന. യൂഗ്ലീനക്ക് പ്രകാശം തിരിച്ചറിയാനും അതിൻ്റെ നേർക്ക് നീങ്ങാനും ഐസ്പോട്ട് സഹായിക്കുന്നു. ഐസ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മ. ഓക്കെ, അത് ഓർത്തു വെക്കണം. അമീബ ബാക്ടീരിയ ചോദിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല. ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു എന്ന് മാത്രം അവിടെ ഓർത്തു വെച്ചാൽ മതി. യൂഗ്ലീനയുടെ കേസിൽ നിങ്ങൾ പഠിക്കണം മക്കളെ, ഐ സ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മയാണ് അതിൻ്റെ സംവേദനക്ഷമതയുള്ള ഓർഗൻ. ഓക്കെ, നിങ്ങൾക്കറിയാം യൂഗ്ലീന എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസാണ്. അതിനൊറ്റ സെല്ല് മാത്രം, ഒറ്റ കോശം മാത്രമേ അതിൻ്റെ ശരീരത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഐ സ്പോട്ട് അതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശം തിരിച്ചറിയാനും അതിൻ്റെ നേർക്ക് നീങ്ങാനും അതിനെ സഹായിക്കുന്നത് ഐ സ്പോട്ട് അഥവാ സ്റ്റിഗ്മ ആണ്. മനസ്സിലായല്ലോ? യൂഗ്ലീന ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. യൂഗ്ലീന എന്നിട്ട് 2 കൂത്തിട്ടിട്ട് തരും, നിങ്ങൾ എഴുതേണ്ടി വരും. ഐ സ്പോട്ട് ഓർ സ്റ്റിഗ്മ എന്നവിടെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. നെക്സ്റ്റ്, ഷഡ്പദങ്ങൾ. ഷഡ്പദങ്ങളുടെ കേസിൽ നമുക്ക് കണ്ണുപോലെ ഷഡ്പദങ്ങളെ കാണാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മൾ പറയും അതിൻ്റെ കണ്ണാണെന്ന്. എന്നാൽ അതിൻ്റെ കണ്ണെന്ന് പറയുന്നത് നമ്മുടേത് പോലത്തെ ഒരു കണ്ണല്ല. അവയ്ക്കുള്ള കണ്ണെന്ന് പറയുന്നത് സംയുക്ത നേത്രമാണ്. അതായത് ധാരാളം ചെറിയ ചെറിയ കണ്ണുകൾ, കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ ചേർന്നതാണ് അവരുടെ കണ്ണ് എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റേ പിന്നെ എന്താ പറയുക, ഈച്ച എന്നുള്ള പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ കുഞ്ഞു കുഞ്ഞൊരു പീസായിട്ടാണ് അത് കാണുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു സിംഗിൾ ഐ എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ചെറിയ സ്മോൾ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഐകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നേത്രത്തെ കുറേ എണ്ണം കൂടിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അവരുടെ കണ്ണിനെ നമ്മൾ പറയും സംയുക്ത നേത്രം. എന്തെന്ന്? സംയുക്ത നേത്രം. ആ സംയുക്ത നേത്രത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈ ചെറിയ ചെറിയ യൂണിറ്റുകളെ വിളിക്കും ഒമാറ്റിഡിയ. എന്തത്? ഒമാറ്റിഡിയ എന്നൂടെ പറഞ്ഞേ, ഒമാറ്റിഡിയ. അപ്പം നമുക്കൊന്നുകൂടെ പറയാം. യൂഗ്ലീനയുടെ കേസിൽ ഐസ്പോട്ട് പ്രകാശത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു, സ്റ്റിഗ്മ എന്നും പറയും. ദെൻ ഷഡ്പദങ്ങളുടെ കേസിൽ ഒമാറ്റിഡിയകളാൽ നിർമ്മിച്ചിരിക്കുന്ന സംയുക്ത നേത്രം, അത് അവരെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നു. ഇനി ഗന്ധവും സ്പർശനവും തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നത് ആരാണ്? അവരുടെ ആൻറ്റിനയാണ്. നിങ്ങൾ കോക്രോച്ചസിനെയൊക്കെ കണ്ടിട്ടില്ലേ? അതിലിങ്ങനെ മുമ്പിലിങ്ങനെ 2 ആൻറ്റിന ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും അല്ലേ? അതെന്തിനാ? അതിൻ്റെ ചുറ്റുപാടുന്ന് വരുന്ന സ്പർശനങ്ങളും ഗന്ധവും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഷഡ്പദങ്ങളുടെ കേസിൽ 2 പഠിക്കാനുണ്ട്. ഒന്ന് അവരുടെ ആൻറ്റിനയുടെ ഡ്യൂട്ടി എന്താ? ഗന്ധവും സ്പർശനവും തിരിച്ചറിയുന്നു. അതുപോലെ ഒമാറ്റിഡിയ അവരെ കാണാൻ സഹായിക്കുന്നു. ഓക്കെ, നിരവധി ഒമാറ്റിഡിയ ചേർന്നിട്ടാണ് അവരുടെ ഒരു നേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് എന്ത് വിളിക്കും? സംയുക്ത നേത്രം എന്ന് വിളിക്കുന്നു. അപ്പോൾ കുട്ടികളെ മനസ്സിലായല്ലോ? യൂഗ്ലീന, ഐസ്പോട്ട്, ഷഡ്പദങ്ങൾ, ഒമാറ്റിഡിയ എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വവ്വാല്. നിങ്ങൾക്കറിയാം വവ്വാൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, മീൻസ് അവർ പുറത്തൊക്കെ ഇറങ്ങുന്നത് രാത്രി കാലത്താണ്. അവരുടെ കണ്ണിനകത്ത് കോൺകോശങ്ങളില്ല, അതുകൊണ്ട് തന്നെ പകലുള്ള കാഴ്ച അവർക്ക് സാധ്യമല്ല. ഓക്കെ, അപ്പോൾ വവ്വാൽ ചെവികളും പ്രത്യേക തരത്തിലുള്ള ഇക്കോലൊക്കേഷൻ അവയവങ്ങളുമുണ്ട്. നമ്മുടെ വവ്വാലിന് എന്തൊക്കെയുണ്ട്? ചെവികളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഇക്കോലൊക്കേഷൻ അവയവങ്ങളുണ്ട്. എന്താ ഇക്കോലൊക്കേഷൻ? അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്. ഈ സൗണ്ട് പോയിട്ട് ഏതെങ്കിലും പ്രതലത്തിൽ തട്ടും, എന്നിട്ട് തിരിച്ചു വരും. അത് സെൻസ് ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മുടെ വവ്വാലിന് പറ്റും. അങ്ങനെയാണ് അതിൻ്റെ പറക്കേണ്ട പാത്വേ നിർണ്ണയിക്കുന്നത്, മുന്നിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അതായത് അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അവർ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് അത് ഏതെങ്കിലും വസ്തുവിൽ തട്ടി തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവിടെ എന്തോ തടസ്സമുണ്ട്, ആ ഭാഗത്തു കൂടി പോവരുതെന്ന്. മനസ്സിലായോ? നിങ്ങൾ കണ്ടിട്ടില്ലേ 2 ലൈൻ കമ്പി ഈ വവ്വാലുകൾ കുടുങ്ങി കിടക്കുന്നത്? എങ്ങനെയാത്?
അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ രണ്ട് കമ്പിക്കടയിലൂടെ തിരിച്ചു പോകും, മീൻസ് അങ്ങോളം പോവും. അപ്പോൾ അവരെന്ത് വിചാരിക്കും? അവരുടെ പാത്ത് വേ അവിടെ സ്മൂത്ത് ആണെന്ന് വിചാരിക്കും. എന്നാൽ ചിറക് രണ്ട് സൈഡിലുള്ള കമ്പികളിൽ മുട്ടുന്ന കാര്യം ആയിരിക്കും മനസ്സിലാവില്ല, നമ്മുടെ വവ്വാലിന് മനസ്സിലാവില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഉണ്ടാവും, അത് ചത്തുപോകും. അങ്ങനെയാണ് പലപ്പോഴും രണ്ട് ലൈൻ കമ്പിയുടെ മുകളിൽ വവ്വാൽ കുടുങ്ങി കിടക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. വവ്വാല് ചെവികളും പ്രത്യേക തരത്തിലുള്ള ഇക്കോലൊക്കേഷൻ അവയവങ്ങളുമുണ്ട്. ഇത് ഇരപിടിക്കാനും സഞ്ചരിക്കാനും സഹായിക്കുന്നു. അപ്പോൾ വവ്വാലിൻ്റെ കേസിൽ ഓർത്തു വെക്കേണ്ട ടേം എന്താണ്? ഇക്കോലൊക്കേഷൻ കേട്ടോ. ഇക്കോലൊക്കേഷൻ വവ്വാല്. അതുപോലെ തന്നെ യൂഗ്ലീനയുടെ കേസിൽ ഐസ്പോട്ട്, ഷഡ്പദങ്ങളുടെ കേസിൽ ഒമാറ്റിഡിയ. ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂഗ്ലീന, ഐസ്പോട്ട്, ഷഡ്പദം, ഒമാറ്റിഡിയ, വവ്വാല്, ഇക്കോലൊക്കേഷൻ. ദെൻ പരുന്ത്. കാഴ്ചശക്തി കൂടിയ കണ്ണുകൾ. പരുന്തിൻ്റെ കാഴ്ചശക്തി എത്രയോ ടോപ്പെന്ന് വരെ, എത്രയോ മുകളിൽ പറക്കുന്ന സമയത്ത് വരെ അതിന് താഴെയുള്ള ജീവികളെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കാഴ്ചശക്തി കൂടിയ കണ്ണുകളാണ് ആർക്കുള്ളത്? നമ്മുടെ പരുന്തിനുള്ളത്. ഇത് വളരെ ദൂരെയുള്ള കാഴ്ചകൾ തിരിച്ചറിയാനും അൾട്രാ വയലറ്റ് രശ്മികൾ തിരിച്ചറിയാനും അതിൻ്റെ ശരീരത്തിൽ സംവിധാനങ്ങളുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പരുന്തിൻ്റെ കേസിൽ കാഴ്ചശക്തി കൂടിയ കണ്ണുകളാണ്, വളരെ ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും, അൾട്രാ വയലറ്റ് രശ്മികൾ തിരിച്ചറിയാൻ പറ്റും. ഇത്രയും ഓർത്തു വെക്കുക. ഇനി പാമ്പ്. പരുന്തിൻ്റെ കേസിൽ വേറൊന്നും അവിടെ ടേമായിട്ടൊന്നും ചോദിക്കാനില്ല. ടേമായി ചോദിക്കാൻ സാധ്യതയുള്ള 3 ജീവികളെ ഞാൻ പറഞ്ഞു. ഒന്ന് യൂഗ്ലീന, ഐസ്പോട്ട് അഥവാ സ്റ്റിഗ്മ, ദെൻ ഷഡ്പദങ്ങൾ ഒമാറ്റിഡിയ, വവ്വാല്, ഇക്കോലൊക്കേഷൻ. ഒരാളും കൂടെ വരുന്നുണ്ട്, പാമ്പ്. ഇയാളും ഇമ്പോർട്ടൻ്റ് ആണ്. പാമ്പിൽ ഗന്ധം തിരിച്ചറിയാൻ ജേക്കബ്സൺസ് അവയവം സഹായിക്കുന്നു. എന്തെന്ന്? ജേക്കബ്സൺസ് അവയവം അല്ലെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൻ. ഓക്കെ, ജേക്കബ്സൺസ് ഓർഗൻ ആണ് അതിനെ എന്തിന് സഹായിക്കുന്നത്? ഗന്ധം തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത്. മനസ്സിലായോ? പാമ്പടക്കിടക്കെ നാവ് പുറത്തേക്ക് ഇടുന്ന കാണുന്നില്ലേ? അത് ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗന്ധം തിരിച്ചറിയുന്നതിന് അവയെ സഹായിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ജേക്കബ്സൺസ് ഓർഗൻ. അപ്പം 4ാമത്തെ ഒരു ജീവിനും കൂടെ നമുക്ക് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം പഠിക്കേണ്ട ജീവി ഏതാണത്? ജേക്കബ്സൺസ് ഓർഗൻ പാമ്പിൻ്റെ കേസിൽ. ദെൻ നായ. സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളാണ് ഇവിടെ കാണുന്നത്, നായയിൽ കാണുന്നത്. നമ്മളിതുപോലെയല്ല, നമുക്കും സംവേദനക്ഷമതയുണ്ട്. എന്നാൽ നായകളുടെ കേസിൽ മീൻസ് എത്രയോ മടങ്ങ്, മനുഷ്യനെക്കാളും എത്രയോ മടങ്ങ് സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സ്മെല്ല് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ആർക്ക് പറ്റും? ഡോഗ്സിന് പറ്റും. അതുകൊണ്ട് തന്നെയാണ് പല കേസുകൾ തെളിയിക്കാനും നമ്മൾ നായ്ക്കളെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഏകദേശം 300 ദശലക്ഷം ഗന്ധഗ്രാഹികൾ ആരിൽ കാണുന്നുണ്ട്? നായയിൽ കാണുന്നുണ്ട്. അതൊന്ന് വായിച്ചു വിട്ടാൽ മതി. അത് ചോദിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ പറയുക, തലയിൽ എഴുത്ത് പോലെ ഇരിക്കും എന്ത് ക്വസ്റ്റ്യൻ എക്സാമിന് വരണം എന്നുള്ളത് അല്ലേ? അപ്പം എങ്ങനെയായാലും നിങ്ങളുടെ തലയിലെഴുത്ത് സൂപ്പറാണ് മക്കളെ. നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റൊരാൾക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ പഠിച്ചോ. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഞാനല്ലേ പറയുന്നത്, നിങ്ങൾക്ക് പറ്റും. ഇനി ലാസ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്ലൈഡിലേക്ക് എത്തി. അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിലയിരുത്താമെന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനുശേഷം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പം മിക്കവാറും അതിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വിസ് എന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 1 വേർഡ് ടൈപ്പാണ് ഞാൻ മിക്കവാറും ചൂസ് ചെയ്തിട്ട് വരിക. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിന് വരുന്ന ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻസ്. ഈ ക്വിസ് എന്ന് പറഞ്ഞതിലും ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ അത് മറ്റേതെങ്കിലും രീതിയിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്വിസ്സായിട്ട്, അതായത് പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക. പറ്റുവാണെങ്കിൽ നമുക്കതൊരു ലൈവ് ക്ലാസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സസ്തനികളിൽ ആനകളിലാണ് ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏകദേശം 2000. അതായത് മനുഷ്യൻ ഒരു സസ്തനിയാണ്, വവ്വാലൊരു സസ്തനിയാണ്. അതുപോലെ തന്നെ ഈ സസ്തനികൾ മുഴുവൻ സസ്തനികളെയും നോക്കിക്കഴിഞ്ഞാൽ ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ, നായ്ക്കളെക്കാളും കൂടുതൽ കാണുന്നത് ആരിലാണ് പറ? ആനകളിലാണ്. ഏകദേശം എത്ര എണ്ണം? 2000-ഓളം. മനുഷ്യനിൽ ഇത് വെറും 400 എണ്ണേ ഉള്ളൂ. ഭക്ഷണത്തിനായി അവ പ്രധാനമായും ആശ്രയിക്കുന്നത് ഗന്ധത്തെയാണ്. മണത്തിട്ടാണ് അവരെല്ലാം കണ്ടുപിടിക്കുന്നത് അല്ലേ?
പിന്നെ അരിക്കൊമ്പനും അല്ലേ ചക്കക്കൊമ്പനും ഒക്കെ നിങ്ങൾ കേട്ട ടേംസാണ്. എങ്ങനെയാണ് അവരിതൊക്കെ സെൻസ് ചെയ്യുന്നത്? സ്മെല്ലാണ്. അപ്പോൾ മണമുള്ള സാധനങ്ങൾ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? സെൻസ് ചെയ്ത് വരും. ഓക്കെ, കാഴ്ചയേ അല്ല, അവർ മിക്കവാറും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഗന്ധത്തെയാണ്. 19 കിലോമീറ്റർ അകലെ നിന്ന് പോലും അവർക്ക് ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റും. അവരുടെ കഴിവ് ആലോചിച്ച് നോക്കിയേ, 19 കിലോമീറ്റർ അല്ലേ, 19 കിലോമീറ്റർ അപ്പുറത്ത് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജലത്തിൻ്റെ സ്പേസും ജലം അവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. തുമ്പിക്കൈ ഉപയോഗിച്ച് നിലത്ത് നിന്ന് കമ്പനം തിരിച്ചറിയാനും പറ്റും. മനസ്സിലായല്ലോ? ഇല്ല, ഓവർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് പഠിക്കുക. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വിലയിരുത്താമെന്നുള്ള പോർഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, പറ്റുവാണെങ്കിൽ അടുത്ത ക്ലാസ് കൊണ്ട് നമ്മൾ ചാപ്റ്റർ ഫുൾ വൈൻഡപ്പ് ചെയ്യും, ഇൻക്ലൂഡിങ് വിലയിരുത്താം എന്ന ഭാഗം കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും പഠിച്ച് മിടുക്കന്മാരായിരിക്കുക. പറഞ്ഞതൊന്നും മറന്നിട്ടില്ലെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കേ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഷെയറും, അതുപോലെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായി വീഡിയോസ് കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.